പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു ദിവസം കൂടെ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന ദൈവകൃപയ്ക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പവർഷൻ മീഡിയയിലൂടെ കഴിഞ്ഞ 10 വർഷമായി ഈ സുവിശേഷ പ്രസംഗം ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായി ഞാൻ കർത്താവിനെ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ പ്രാർത്ഥനാ സഹകാരികൾക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനവുമായി ഈ ജൂലൈ മാസത്തിൽ ആദ്യ ശനിയാഴ്ച നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ സഹകരണം ഈ മിനിസ്ട്രിക്ക് ഏറെ അനുഗ്രഹമായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. അനേകായിരങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥന അപേക്ഷിക്കുമ്പോൾ, ആമേൻ, നിങ്ങൾക്ക് വേണ്ടി വിശ്വാസ കണ്ണുകളാൽ നിങ്ങളെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് കർത്താവ് വലിയവ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് തരുന്ന സാവകാശത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നമുക്ക് കർത്താവിൻ്റെ വേലയിൽ ഒരുമിച്ച് മുന്നേറാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും നീതു തോമസ് ആണ്. പ്രിയ മകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി തൻ്റെ മകൾ ചെലവിടുമ്പോൾ തൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെയും സ്വർഗത്തിലെ ദൈവം മറുപടി നൽകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെ സ്തോത്രം ചെയ്താട്ടെ. പ്രിയ മകളെ ഓർത്ത്, തൻ്റെ കുടുംബത്തെ ഓർത്ത്, തൻ്റെ ജോലി മണ്ഡലങ്ങളെ ഓർത്ത് എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കർത്താവ് വേഗത്തിൽ മറുപടി കൊടുക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അല്പനേരം വചന ശുശ്രൂഷിക്കാനായി വേർതിരിക്കാം. സ്തോത്രം. അതിനായി ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് നമുക്കൊരു വാക്യം വായിക്കാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം വായിക്കുന്നു. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകൻ യിരെമ്യാ പ്രവചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ യിരെമ്യാ പ്രവചനത്തിൽ നിന്ന് തനിക്ക് 70 സംവത്സരം എന്നുള്ള 70 ആഴ്ചവട്ടം എന്നുള്ളതായ ഒരു വാക്യം കാണുവാനിടയായി തീർന്നു. അത് താൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ യെരൂശലേമിന്റെ ഹല്ലേലൂയ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കഷ്ടതകളെല്ലാം 70 ആഴ്ചവട്ടം കൊണ്ട് കഴിയുമെന്നുള്ളതായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം. ദാനിയേൽ പ്രവാചകൻ ഈ വചനം വായിച്ചിട്ട്, അല്ലെങ്കിൽ ഈ യിരെമ്യാ പ്രവചനത്തിന്റെ ചുരുള് വായിച്ചിട്ട് താൻ അത് എന്താണെന്നറിയുവാനായി ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാനിരുന്നു. ഹല്ലേലൂയ. താൻ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ പ്രാർത്ഥന കേട്ടിട്ട് ഗബ്രിയേൽ ദൂതനെ, നമ്മൾ പറയുമല്ലോ മാലാഖ എന്ന്, ഗബ്രിയേൽ മാലാഖ, ദൂതുകളുമായി കടന്നു വരുന്ന സന്ദേശവാഹകനാണ് ഗബ്രിയേൽ മാലാഖ. ആ ഗബ്രിയേൽ മാലാഖയെ എന്ത് ചെയ്തു? ദാനിയേലിന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് അയക്കുകയാ. പക്ഷേ ആകാശമണ്ഡലത്തിൽ ആ ദാനിയേലിന്റെ മറുപടിയുമായി വരുമ്പോൾ ഗബ്രിയേൽ ദൂതനെ പാഴ്സി പ്രഭു തടഞ്ഞു വെച്ചു, അന്ധകാര ശക്തി തടഞ്ഞു വെച്ചു. ആ മറുപടി ദാനിയേലിന്റെ അരികിൽ എത്തുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു. ദാനിയേല് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ദൈവസന്നിധിയില. പ്രാർത്ഥിച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോയി. ദാനിയേൽ അത് അറിയുന്നില്ല. എന്നാൽ 21-ാമത്തെ ദിവസം എത്തി. അപ്പോഴേക്കും ദൈവം തൻ്റെ യുദ്ധങ്ങളുടെ പ്രഭുവായിരിക്കുന്ന മീഖായേലിനെ അയച്ചു. ഗബ്രിയേലിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന പാഴ്സി പ്രഭുവിനെ, അന്ധകാര ശക്തിയെ യുദ്ധം ചെയ്ത് ജയിച്ച
ആമേൻ ആ ദൂത ദാനിയേലിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ടിരിക്കുമ്പോൾ അന്ധകാര ശക്തികൾ നമ്മുടെ പ്രാർത്ഥനയെ തടയും, നമ്മുടെ മറുപടിയെ തടയും. ആമേൻ ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും മറുപടി കിട്ടാത്തത് എന്താ 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 എന്ന് ചോദിച്ചും കൊണ്ട് ദൈവസന്നിധിയിൽ പലപ്പോഴും നമ്മൾ നിരാശപ്പെടുന്നവരും പിറുപിറുക്കുന്നവരും ഒക്കെയാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ പ്രാർത്ഥനയിൽ ശക്തമായി പോരാടിയാൽ ദാനിയേൽ ഇങ്ങനെ 21 ദിവസം ഇരിക്കണമെന്നും പറഞ്ഞൊന്നും ഇരുന്നതല്ല. സ്തോത്രം. നമ്മളിങ്ങനെ 21 ദിവസത്തെ ഉപവാസം ഒന്നും പറഞ്ഞൊക്കെ ഇരിക്കാറില്ലേ? അങ്ങനത്തെ ഉപവാസം ഒന്നും അല്ലായിരുന്നു ദാനിയേലിൻ്റെതാ. ദാനിയേൽ ദൈവസന്നിധി മുഴങ്കാൽ മടക്കിയ ഈ തിരുവചനത്തിന്റെ അരുളപ്പാടിന്റെ അതേ മറുപടി എന്താണെന്ന് അറിയാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്നതാ. ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടിന് വേണ്ടി ഇരുന്നതാ. ആ ഇരിപ്പില് സ്വർഗത്തിലെ ദൈവമാണ് തന്നോട് പറഞ്ഞത്, നീ ഇത്രയും ദിവസം ഇരുന്നു എന്നുള്ളത് തന്നെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ മറുപടി കിട്ടുന്നത് വരെയും ദൈവസന്നിധിയിൽ ഇരിക്കണം. പ്രാർത്ഥനയുടെ മറുപടി വരുന്നത് വരെ ഇരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവസന്നിധിയിൽ തനിക്ക് മറുപടി കിട്ടുമ്പോൾ അവിടെ പറയുന്നത് ആമേൻ ഹല്ലേലൂയ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാനിപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് വന്നിരിക്കുന്നത് നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു, നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ആമേൻ. ഗബ്രിയേൽ ദൂതൻ ദാനിയേലിനോട് പറയുക, നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ ഞാൻ അവിടുന്ന് വന്നതാ. സ്തോത്ര. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 70 ആഴ്ചവട്ടം എന്നുള്ളത് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷമാണ്. 7 വർഷത്തിന്റെ ആ ഒരു കാലഘട്ടത്തെയാണ് ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത്. അങ്ങനെ 70 ആഴ്ചവട്ടം എന്നുള്ളതാണ് യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ചത്. പക്ഷെ അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാനായി ദാനിയേൽ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ദാനിയേലിന് അത് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി തീർന്നു. ദാനിയേലിനോട് പറയുകയാണ്, അതിക്രമത്തെ തടസ്സം ചെയ്ത് പാവങ്ങളെ മുദ്രയിടുവാനും അതുപോലെ തന്നെ അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കറിയാം ആമേൻ ദൈവവചനത്തിന്റെ പ്രവചനത്തിന്റെ നിവർത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. 70 ആഴ്ചവട്ടം എന്ന് പറയുന്നതിന്റെ 69-ാം ആഴ്ചവട്ടത്തിനും 70-ാം ആഴ്ചവട്ടത്തിനും ആമേൻ ഇടയിലാണ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഇപ്പോൾ ആ കാലഘട്ടത്തിൽ വന്ന് നിൽക്കുകയാണ്. ഇനി ഹല്ലേലൂയ നമ്മൾ ഇത് പഠിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ആമേൻ ആഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷമുള്ള ഒരു ആഴ്ചവട്ടം. അത് യെരുശലേമിന്റെ പുനർനിർമ്മാണത്തിന്റെ കാലമായിരുന്നു. നെഹമ്യാവ് മുഖാന്തരം എന്ത് ചെയ്തു? ആ മതിലുകളെല്ലാം പണിത് ആ കാര്യങ്ങൾ ക്രമീകരിക്കുവാനിടയായി തീർന്നു. അതൊരു 49 വർഷമാണ് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതിനുശേഷം രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് 62 ആഴ്ചവട്ടമാണ്. ഈ 62-ാമത്തെ ആഴ്ചവട്ടത്തില് ആമേൻ പ്രവാചകൻ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അഭിഷിക്തൻ കടന്നു വരും, അഭിഷിക്തൻ ഛേദിക്കപ്പെടുകയും ചെയ്യും. സ്തോത്ര. ഹല്ലേലൂയ. ആരാണ് അഭിഷിക്തൻ? നമ്മുടെ അരിമനാഥനായ കർത്താവാണ് അഭിഷിക്തൻ. ഹല്ലേലൂയ. മശിഹ വെളിപ്പെടുകയും ഹല്ലേലൂയ ആമേൻ 62-ാമത്തെ ആഴ്ചവട്ടത്തിൽ മശിഹ വെളിപ്പെട്ടു. മശിഹ വെളിപ്പെട്ടിട്ട് ആമേൻ താൻ ഛേദിക്കപ്പെട്ടു എന്നുള്ളത് ആമേൻ കർത്താവ് ആമേൻ മരിച്ചു. ക്രൂശീകരണത്തിൽ കൂടി, കർത്താവിന്റെ ക്രൂശീകരണത്തിൽ കൂടി മാനവജാതിക്ക് രക്ഷ നൽകുവാനിടയായി തീർന്നു. നിത്യജീവൻ നൽകി കൊടുക്കുവാനിടയായി തീർന്നു. ദൈവമായ കർത്താവിന്റെ ആ ക്രൂശി മരണത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ട്. കർത്താവിന്റെ
രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്ന ഏത് വ്യക്തിക്കും ശുദ്ധീകരണം പ്രാപിക്കുവാനിടയായി തീരുന്നു. പാപങ്ങളിൽ നിന്നൊരു മോചനമുണ്ട്. കർത്താവിന്റെ രക്തത്താലാണ് പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനമുള്ളത്. അല്ലാതെ നമ്മുടെ പുണ്യപ്രവർത്തികൾ കൊണ്ടോ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടോ നമ്മൾ കരഞ്ഞത് കൊണ്ടോ ഒന്നും അല്ല. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ നാം കഴുകൽ പ്രാപിക്കുന്നു. കഴുകൽ പ്രാപിച്ച കർത്താവിന്റെ ഹല്ലേലൂയ സന്നിധിയിൽ വിശുദ്ധരാക്കി കർത്താവ് നമ്മെ മാറ്റി നിർത്തുന്നു. പ്രിയമുള്ളവരെ, ആ അഭിഷിക്തനായ കർത്താവ് കടന്നു വന്ന 62ാമത്തെ ആഴ്ചവട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം 434 വർഷങ്ങളാണ്. ആമേൻ. ഇതിന്റെ ഹല്ലേലൂയ ഈ ആഴ്ചവട്ടം അവസാനിച്ചത് കർത്താവിന്റെ ക്രൂശി മരണ കർത്താവിന്റെ വരവോട് കൂടി ആ 62 ആഴ്ചവട്ടവും കഴിഞ്ഞുപോയി. അതിനുശേഷം ഹല്ലേലൂയ തുടങ്ങിയ അടുത്ത 7 ആഴ്ചവട്ടം, സ്തോത്ര ഹല്ലേലൂയ, അതിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. 69ാമത്തെ ആഴ്ചവട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഹല്ലേലൂയ ഈ ആഴ്ചവട്ടം കൂടെ കഴിയുമ്പോൾ നമുക്കറിയാം ഇസ്രായേലിൽ എന്നും യുദ്ധങ്ങളാണ്. ഇവിടെ നമ്മൾ വായിച്ച ഈ വേദഭാഗത്തിന്റെ ദാനിയേൽ പ്രവചനം 9ാം അധ്യായം നമ്മൾ 24ാം വാക്യമാണ് വായിച്ചത്. അതിന്റെ താഴോട്ട് വായിച്ചു വരുമ്പോൾ ദൈവമായ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും, ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. കാരണം ഇവിടെ നമുക്കറിയാം കർത്താവ് വന്നതിന് ശേഷം വീണ്ടും ഹല്ലേലൂയ ഇനിയും വരുവാനിരിക്കുന്നത് അരിമനാഥൻ വന്നതുപോലെ തന്നെ വേറൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ജനത്തെ പാപത്തിലേക്ക് നയിക്കുന്ന, ജനത്തെ പീഡനത്തിലേക്ക് കൊണ്ടുപോകുന്ന, കഷ്ടതയിലേക്ക് കൊണ്ടുപോകുന്ന എതിർ ക്രിസ്തുവാകുന്ന ആന്റി ക്രൈസ്റ്റിന് വെളിപ്പെടുവാനുണ്ട്. ആമേൻ. അതിനു മുൻപേ സഭ ഇവിടുന്ന് ഉൽപ്രാവണം ചെയ്തു കഴിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കാണുന്നതായ എല്ലാ സംഭവങ്ങളുടെയും പിന്നിൽ അധർമ്മത്തിന്റെ വ്യാപാര ശക്തിയുണ്ട്. അധർമ്മത്തിന്റെ വ്യാപാര ശക്തി അതിന്റെ സകല വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അധർമ്മ മൂർത്തിയായിരിക്കുന്നവൻ വെളിപ്പെടാതിരിക്കുന്നത് തടുക്കുന്നവനായ പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിൽ നമുക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ്, പക്ഷപാതം ചെയ്യുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് ദൈവസന്നിധി നിൽക്കുന്നത് കൊണ്ട് അധർമ്മമൂർത്തിയായിരിക്കുന്നവൻ ഈ പ്രത്യക്ഷപ്പെടാൻ കഴിയുന്നില്ല. എന്നാൽ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകും. പരിശുദ്ധാത്മാവ് വഴിയിൽ നിന്ന് മാറിപ്പോകും എന്ന് പറഞ്ഞാൽ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഹല്ലേലൂയ, സഭ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച, വിശുദ്ധ ജീവിതം നയിച്ച, സ്നാനമേറ്റ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച, ദൈവകൃപയിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തെയാണ് സഭ എന്ന് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആ സഭ എന്ന് പറയുന്ന കൂട്ടത്തിനകത്ത് സകല മാനവ ജാതി ഉൾപ്പെടും. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ, നമ്മുടെ കർത്താവിന്റെ ഹല്ലേലൂയ പ്രത്യക്ഷതയ്ക്ക് സ്തോത്ര ഹല്ലേലൂയ സഭ ഇവിടുന്ന് എടുക്കപ്പെടും. അതിനുശേഷം എതിർ ക്രിസ്തു ആകുന്ന അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റ് ആകുന്ന ആ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. ദൈവവചനത്തിൽ ധാരാളം പേരുകൾ ആ എതിർ ക്രിസ്തുവിന് പറയുന്നുണ്ട്. നാശയോഗ്യനെന്നും അധർമ്മമൂർത്തി എന്നും മൃഗമെന്നും അങ്ങനെ പല പല പേരുകൾ പറയുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ഈ ആന്റി ക്രൈസ്റ്റ് വെളിപ്പെട്ട് കഴിയുമ്പോൾ സ്തോത്ര ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, നമുക്കറിയാം സ്തോത്രം, ഈ ഭൂമിയിലായിരിക്കുന്ന ജനത്തിന് വളരെ കഷ്ടതയുടെ, ആദ്യമൊക്കെ സമാധാനത്തിന്റെ പ്രഭു എന്നും സമാധാന ദൂതനെന്നും സമാധാനത്തിന്റെ രാജാവെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കും. ആദ്യത്തെ 3.5 വർഷം അങ്ങനെ സമാധാനമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കും. അതിനുശേഷം ആലയത്തിനകത്തേക്ക് കയറി അവന്റെ വിഗ്രഹത്തെ അവിടെ സ്ഥാപിക്കും, മൃഗത്തെ അവിടെ സ്ഥാപിക്കും. അപ്പോൾ ഹല്ലേലൂയ, യെരൂശലേമിലുള്ളതായ യഹൂദന്മാർക്ക് അവർക്കൊരു കാര്യം ഹല്ലേലൂയ അറപ്പാണ്. ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും അവർ സേവിക്കത്തില്ല, ആരാധിക്കത്തില്ല. അതൊക്കെ അവർക്ക് അറപ്പാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്നത്, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, നമുക്കറിയാം അവിടെ
കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഈ മൃഗത്തെ, ഈ എതിർ ക്രിസ്തു ആലയത്തിനകത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ സ്ഥാപിക്കുകയും അതിനെ ആരാധിക്കാതെ വണ്ണം, നമസ്കരിക്കാതെ വണ്ണം യഹൂദന്മാർ അതിനോട്, അല്ലെങ്കിൽ യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളായിരിക്കുന്നവരും എല്ലാം അതിനെ എതിർക്കുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ ഈ അധർമ്മമൂർത്തിയായിരിക്കുന്ന ഈ എതിർ ക്രിസ്തുവിൽ നിന്ന് വളരെയധികം പീഡകളും വളരെയധികം കഷ്ടതകളും ജനത്തിനുണ്ടാകും. വളരെ കഷ്ടതയിലൂടെ പിന്നീടുള്ള 3.5 വർഷം, അതാണ് മഹോപദ്രവ കാലഘട്ടം എന്ന് പറയുന്ന ഈ 7 വർഷമാണ്. ഈ 7 വർഷം വളരെ കഷ്ടതയോടെ ജനമായിരിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഈ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കാണുന്ന യുദ്ധങ്ങളും ഈ കാണുന്ന സംഭവങ്ങളെല്ലാം, ആമേൻ ഹല്ലേലൂയ, ഇത് അന്ത്യനാളാണെന്ന് തിരുവചനം വിളിച്ചു പറയുമ്പോൾ, ഈ പ്രവചനങ്ങളെല്ലാം കാണുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. അവിടെയും ഇവിടെയും നടക്കുന്ന സംഭവങ്ങളെല്ലാം കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ അധർമ്മമൂർത്തി, അല്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ നാശയോഗ്യനായിരിക്കുന്ന പിശാച്, ആമേൻ അവന്റെ കള്ളപ്രവാചകനും ആമേൻ വളരെ ശക്തിയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സുവിശേഷം ആമേൻ ഹല്ലേലൂയ വിശ്വസിക്കാത്തവര്, ആമേൻ ഹല്ലേലൂയ അവരുടെ ഇടയിൽ ഒരു വിശ്വാസത്യാഗം സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഈ എതിർ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ആമേൻ ഹല്ലേലൂയ വിശ്വാസത്യാഗം സംഭവിക്കും. ഈ വിശ്വാസത്യാഗം സംഭവിക്കുക എന്ന് പറയുന്നത് വിശ്വാസികളിലല്ല വിശ്വാസത്യാഗം സംഭവിക്കുന്നത്. ആമേൻ ലോകത്തില് ആമേൻ സുവിശേഷം വിശ്വസിക്കാത്തവരും യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരും തിരുവചനത്തില് വിശ്വസിക്കാത്തവരുമായിരിക്കുന്ന വലിയൊരു കൂട്ടമുണ്ട്. അവരിലാണ് വിശ്വാസത്യാഗം സംഭവിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന വേറൊരു കാര്യമുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. കർത്താവിന്റെ വരവിനോട് ആമേൻ ഹല്ലേലൂയ സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ, സഭ എപ്പോൾ എവിടെയാണ്? ആമേൻ കർത്താവിനോട് കൂടെ ആയിരിക്കുകയാണ്. സ്തോത്ര ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ മണിയറവാസത്തിലായിരിക്കുകയാണ് ഹല്ലേലൂയ സഭ. ആ സമയത്ത് ആമേൻ ഇവിടെ വളരെയധികം കഷ്ടതകളും വളരെയധികം പീഡകളും ഒക്കെ ഉണ്ടാകും. സ്തോത്രം ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഈ സുവിശേഷ നാൽക്കവലകളിലും ടൗണുകളിലും വീടുകൾ തോറും പട്ടണങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും ആമേൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആമേൻ നോഹയുടെ കാലത്തെന്ന പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും ആകുമെന്ന് യേശു കർത്താവ് പറഞ്ഞുവെങ്കിൽ നോഹ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ആമേൻ നോഹ ആമേൻ ദൈവം തന്നെ ഏൽപ്പിച്ച ദൂത് പ്രസംഗിച്ചുകൊണ്ട് നടന്നു. വലിയൊരു ജലപ്രളയം വരാൻ പോകുന്നു, വലിയൊരു ജലപ്രളയം വരാൻ പോകുന്നു. ആമേൻ രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ പെട്ടകത്തിൽ കയറുക, പെട്ടകത്തിൽ കയറുക എന്ന് പറഞ്ഞിട്ട് ആരും കേട്ടില്ല, ആരും അനുസരിച്ചില്ല. ആമേൻ ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കാൻ സമയമായപ്പോൾ ദൈവം നോഹയോട് പറഞ്ഞു, ശുദ്ധിയുള്ള മൃഗങ്ങള് 7 ശുദ്ധിയില്ലാത്തത് 2 എല്ലാറ്റിനെയും കയറ്റാൻ പറഞ്ഞു. ആമേ ഇഴജാതി, പറവജാതി, മൃഗജാതി എല്ലാറ്റിനെയും ആ പെട്ടകത്തിനകത്തേക്ക് കയറ്റിയിട്ട് ദൈവമായ കർത്താവ് നോഹയോട് പറഞ്ഞു, നീയും നിന്റെ കുടുംബവും പെട്ടകത്തിൽ കടക്ക എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അത് കാണുന്നുണ്ട്. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചത് കൊണ്ട് നോഹ ദൈവം പറഞ്ഞതനുസരിച്ച് എന്ത് ചെയ്തു? ആമേൻ പെട്ടകം പണിതു, ജനത്തോട് പ്രസംഗിച്ചു. ജനത്തോട് പ്രസംഗിച്ചിട്ട് ആരും കേട്ടില്ല. പക്ഷേ നോഹ പറഞ്ഞതനുസരിച്ച് മൃഗജാതികള്, ഇഴജാതികള്, ആമേൻ പക്ഷിജാലങ്ങളെല്ലാം പെട്ടകത്തിൽ കയറി. അതിനുശേഷം നോഹയുടെ കുടുംബവും ആ പെട്ടകത്തിനകത്ത് കയറി. എത്ര പേരാണ്? 8 പേര്. 8 പേർക്ക് വേണ്ടി ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഒരു പെട്ടകം ഒരുക്കിയത്. പെട്ടകത്തിനകത്ത് കയറിയവർ 8 പേർ, അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി എന്ന പോലെ രക്ഷ പ്രാപിച്ചു എന്ന് ആമേൻ അപ്പോസ്തലനായ പത്രോസ് എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വേലയും തൊഴിലും ഇല്ലാത്തവർ ഇറങ്ങിയിരിക്കുകയാണ്. വചനം പ്രസംഗിക്കാനായി ഒരു പുസ്തകം എടുത്തോണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആമേൻ ഇത് അമേരിക്കൻ പണമാണ്, അല്ലെങ്കിൽ ഇത് വിദേശ പണമാണ്,
എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവരും ആമേൻ ഹല്ലേലൂയ അതേ നമ്മളെ കളിയാക്കി മാറുന്നവരും ഒക്കെ ഉണ്ടല്ലോ. സ്തോത്ര ഹല്ലേലൂയ. അവരൊക്കെ ഈ മഹോപദ്രവത്തിലേക്ക് കടന്നു വരേണ്ടതും ആമേൻ അവരൊക്കെ ഈ ഹല്ലേലൂയ വളരെയധികം കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. കാരണം ഈ നമ്മുടെ ഈ തലമുറയിൽ തന്നെ അരിമനാഥൻ വരുമെന്ന് വിശ്വസിക്കുകയാണ്. കാലങ്ങളും ഹല്ലേലൂയ അതിന്റെ സംഭവങ്ങളും പ്രവചനങ്ങളെല്ലാം അതിന് ആമേൻ ഹല്ലേലൂയ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ആമേൻ ഹല്ലേലൂയ ഈ വചനം വെറുതെ പറയുന്നതല്ല. ഈ വചനം നേരം പോക്കിന് വേണ്ടിയുള്ളതല്ല, തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയുള്ളതല്ല. ഈ വചനം ഹല്ലേലൂയ പ്രസംഗിക്കുന്നത് ഇത് സംഭവിക്കുവാൻ പോകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് നോഹയുടെ കാലത്തെന്ന പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും നടക്കുമെന്ന് പറഞ്ഞെങ്കിൽ സഭയെടുക്കപ്പെടും. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതം നയിക്കുന്നവർ, കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ, സ്നാനമേറ്റവർ, ആമേ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ, വിശുദ്ധ ജീവിതം നയിക്കുന്നവർ, കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ, അവരുടെ കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. സഭയെടുക്കപ്പെടും. ആമേൻ. അധർമ്മമൂർത്തിയായിരിക്കുന്നവൻ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ആമേൻ ഹല്ലേലൂയ അതിന്റെ നടുവില ആമേൻ ഈ മഹോപദ്രവ കാലഘട്ടത്തില് വളരെയധികം ഹല്ലേലൂയ അവിടെയും സുവിശേഷം ആമേൻ ഹല്ലേലൂയ അതേ കർത്താവിൽ വിശ്വസിക്കുന്ന ചിലരുണ്ട്. കാരണം ഈ യഹൂദന്മാരൊക്കെ അപ്പോഴാണ് ആമേൻ ഹല്ലേലൂയ കർത്താവിലേക്ക് നോക്കുന്നതും കർത്താവിനെ ആമേൻ വിളിച്ചപേക്ഷിക്കുന്നതും. തിരുവചനം പറയുന്നു ഹല്ലേലൂയ അവർ കുത്തിയവങ്കലേക്ക് നോക്കുമെന്ന തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഹല്ലേലൂയ ആമേൻ അവർ കുത്തിയവങ്കലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുന്നവരുടെ ഒരു കൂട്ടം അപ്പോഴും കാണും. ഹല്ലേലൂയ. ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ 69-70 വാഴ്ചവട്ടത്തോടടുത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തില് ഇതിനിടയിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തില് അരിമനാഥന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? അരിമനാഥന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? ഏത് സമയത്തും കാഹളം ധ്വനിക്കും. മധ്യാകാശത്തിങ്കിൽ കർത്താവിന്റെ പ്രധാന ദൂതൻ കാഹളം മുഴക്കുവാനിടയായി തീരും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ അത് കഴിയുന്നുണ്ട്. ആമേ കർത്താവിന്റെ ഗംഭീര ധ്വനി ആമേ പ്രധാന ദൂതൻ മധ്യാകാശത്തിൽ മുഴക്കുമ്പോൾ ആമേൻ അന്ധകാര ശക്തികളാ ആമേൻ ആ അധർമ്മ മണ്ഡലത്തിന്റെ വ്യാപാര ശക്തികളാ ആകാശ മണ്ഡലത്തിൽ ആമേ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിന് തടസ്സമായി നിൽക്കുന്ന സകല അധർമ്മത്തിന്റെ വ്യാപാര ശക്തികളെ ഒഴിച്ചു കളഞ്ഞുകൊണ്ട് ആമേൻ അതേ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാനിടയായി തീരും. അങ്ങനെ ദൈവവചനം പറയുന്നു ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. അവന് രണ്ടാം മരണത്തിൽ പങ്കില്ല. സ്തോത്ര. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് ഹല്ലേലൂയ ഒന്നാം പുനരുത്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യാം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് രണ്ടാം മരണമില്ല. സ്തോത്ര. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് താൻ ഹല്ലേലൂയ ആമേൻ ഈ മഹോപദ്രവത്തിന്റെ അവസാനത്തിങ്കല് കർത്താവ് പിന്നെയും കടന്നു വന്ന ആമേൻ ഈ അധർമ്മമൂർത്തിയായിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ സാത്താനെയും അവന്റെ കള്ളപ്രവാചകനെയും ചങ്ങലക്കിട്ട് മാറ്റും. ആമേൻ ഹല്ലേലൂയ. അതിനുശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് കർത്താവ് തന്റെ വിശുദ്ധ സൈന്യവുമായിട്ട് ആമേൻ ഇറങ്ങി വരും. 1000 ആണ്ട് വാഴ്ച. അതിനുശേഷം ഹല്ലേലൂയ നമുക്കറിയാം ഹർമഗദോൻ യുദ്ധം നടക്കും. ആമേൻ അന്ധകാര ശക്തിയുടെ ഈ അധർമ്മമൂർത്തിയുടെ സൈന്യവും കർത്താവിന്റെ സൈന്യവുമായിട്ടൊരു യുദ്ധമുണ്ടാകും. അതിനുശേഷം ഈ പിശാചിനെ അധർമ്മമൂർത്തിയായി പിശാചിനെ കള്ള സാത്താനായി പിശാചിനെ ആമേൻ ഹല്ലേലൂയ അതേ കർത്താവ് എന്നേക്കുമായി തീപ്പൊയ്കയിലേക്ക് വലിച്ചെറിയുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ഇന്ന് ആമേൻ ഈ വചനത്തിന്റെ മുൻപിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ദൈവത്തിന്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുന്നത് ഇന്ന് കാണുന്ന യുദ്ധങ്ങള് ഇന്ന് കാണുന്ന പ്രശ്നങ്ങള് ആമേൻ ഹല്ലേലൂയ ആരെല്ലാം സമാധാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാലും എവിടെയും സമാധാനം ഉണ്ടാകുകയില്ല. ഏത് രാഷ്ട്രങ്ങൾ എത്ര രാജ്യങ്ങൾ എഴുന്നേറ്റാലും ഏത് രാഷ്ട്ര തലവൻ എഴുന്നേറ്റാലും സമാധാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാകുകയില്ല.
കഴിയുകയില്ല. കാരണം ഈ തിരുവചനം അതങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ വചനത്തിന്റെ നിവർത്തി വരുവാൻ ഹല്ലേലൂയ ഏറ്റവും സമയം അടുത്തിരിക്കുകയാണ്. ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ നമ്മളെ തന്നെ ഒരുക്കാം. വചനത്തിന്റെ മുൻപിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് ഹല്ലേലൂയ ഈ വചനം കേട്ട് എല്ലാവരുടെ മേലും ആത്മാവിന്റെ അഭിഷേകം കടന്നു വന്ന ജനത്തെ ഹല്ലേലൂയ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് ആമേൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആരും നശിച്ചു പോകാതെ വേണം എല്ലാവരും എല്ലാവരിടത്തും മാനസാന്തരപ്പെടണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ആര് തന്നെയായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും മാനസാന്തരപ്പെട്ട് ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഈ സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ നിത്യജീവൻ പ്രാപിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. സാത്താന്റെ എല്ലാ ആമേൻ ഹല്ലേലൂയ കഷ്ടതയിൽ നിന്നും എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ആമേൻ നാശയോഗ്യമായ അവസ്ഥകളിൽ നിന്നും നിത്യ നരകത്തിൽ നിന്നും തീപ്പൊയ്കയിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുക മാത്രം ഏക മാർഗം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേ കർത്താവിൽ വിശ്വസിക്കുന്ന പ്രിയമുള്ളവർ, ഒന്നും കൂടെ കർത്താവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണടയ്ക്കാം. ഒരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധി ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അങ്ങയുടെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്നെത്താൻ ഒരുങ്ങുവാൻ തക്കവണ്ണം തന്റെ ജനത്തെ കർത്താവ് സഹായിക്കണമേ. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാത്ത പ്രിയപ്പെട്ടവരെ കർത്താവെ ഹല്ലേലൂയ മാനസാന്തരത്തിന്റെ അനുഭവം നൽകി തന്റെ ജനത്തെ രക്ഷയിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ ഈ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത നീതുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, മകളെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മകളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കണം. വേഗത്തിൽ വേഗത്തിൽ മറുപടി കിട്ടുവാൻ കർത്താവ് സഹായിക്കണം. തന്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അങ്ങയുടെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തെ, തന്റെ ജോലി മണ്ഡലത്തെ എല്ലാ സ്വർഗം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമൃദ്ധിയായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ സുവിശേഷ വചനം കേൾക്കുന്ന സകല വ്യക്തികളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നൽകി സ്വർഗം മാനിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ്. കഴിഞ്ഞ 10 വർഷമായി നിങ്ങൾ എൻ്റെ പ്രോഗ്രാം കാണുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മൾ ഹല്ലേലൂയ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുകയും ചെയ്യുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നും നമുക്ക് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരാം. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.